Hi all, so welcome back to the Atomic Literature. So today in this episode we are going to discuss about what is an archetype and what are the various types of archetypes. Okay, so before moving on, before moving in detail, we will understand what the term archetype means. So archetypes are universal inborn models of people, behaviors and personalities that play a role in influencing human behavior. So basically archetype എന്തെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള വളരെ ഇൻബോൺ മോഡൽസ് ഓഫ് പീപ്പിൾ ഉണ്ട്, അല്ലെ ബിഹേവിയേഴ്സ്, പേഴ്സണാലിറ്റീസ്, അതൊക്കെ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക വിധമുള്ള യൂണിവേഴ്സൽ ഇൻബോൺ മോഡൽസ് ഓഫ് പീപ്പിൾ. അതിപ്പോൾ ആളുകളായിക്കോട്ടെ, ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ, ഇങ്ങനെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് കുറച്ച് ഡിവിഷൻസ് ഉണ്ട് ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. അതിനെയാണ് നമ്മൾ ഈ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. സോ സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള കാൾ യങ് ആണ് ഈ ഒരു തിയറി, അതായത് ഹിസ് തിയറി സജസ്റ്റഡ് ദാറ്റ് ദീസ് ആർക്കിടൈപ്സ് വെർ ആർക്കൈക് ഫോം ഓഫ് ഇന്നേറ്റ് ഹ്യൂമൻ നോളജ് പാസ്ഡ് ഡൗൺ ഫ്രം അവർ ആൻസസ്റ്റേഴ്സ്. അതായത് നമുക്ക് ആൻസസ്റ്റേഴ്സിൽ നിന്നും കൈമാറി വന്ന കുറച്ച് ഇന്നേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ നോളജ് ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി ഒരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, so Carl Jung believed that the human psyche or the body അല്ലെങ്കിൽ mind, soul, ഇതൊക്കെ basically it's made up of three parts, that the ego, the personal conscious and the collective unconscious. ഈ ഒരു collective unconscious എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഈ ഒരു യങ്ങിയൻ ആർക്കിടൈപ്സ്, ഈ ഒരു കാൾ യങ്ങിൻ്റെ ആർക്കിടൈപ്സ് റിസൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ what do you mean by this collective unconscious? അതായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. What do you mean by this collective unconscious? So this collective unconscious, it is a concept by Carl Jung. It refers to the shared, inherited unconscious knowledge and experiences across generations, expressed through universal symbols and archetypes common to all human cultures. അതായത് സിമ്പിൾ ആണ്, ഇങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ലൈക്ക് ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല അൺകോൺഷ്യസ് ആയിട്ടുള്ള നോളജ് ഉണ്ട്, എക്സ്പീരിയൻസസ് ഉണ്ട്. നമ്മൾ കൈമാറുന്ന കുറച്ച് യൂണിവേഴ്സൽ സിമ്പിൾസ്, ആർക്കിടൈപ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിനാണ് ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രീ എക്സിസ്റ്റന്റ് ഫോംസ് ആയിരിക്കാം. അത് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള വിച്ച് ക്യാൻ സർഫസ് ഇൻ ദ കോൺഷ്യസ്നെസ്. അത് നമ്മുടെ ഡ്രീംസ് എന്നുള്ള രീതിയിലായിക്കോട്ടെ, നമ്മുടെ വിഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, ആൻഡ് നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ ആർട്ടിൽ, നമ്മുടെ റിലീജിയനിൽ, സിംബോളിക് എക്സ്പീരിയൻസസിൽ, ഇതിലെല്ലാം ഇത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. So these archetypes are universal symbols and themes that are shared across all human culture and epochs. കുറച്ച് കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ദ മദർ, ദ ഹീറോ, ദ ചൈൽഡ്, ദ വൈസ് ഓൾഡ് മാൻ, ദ ട്വിക്സ്റ്റർ. ഈ ഒരു ഇമേജിനൊക്കെ there are certain kind of behaviors. പറയത്തില്ല, ഒരു ഇൻബോൺ മോഡലുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ how this mother, the term how the mother work എന്ന് പറയുന്നത് there is a kind of a societal picture of that, right? The wise old man, a trickster എന്ന് പറയുമ്പോൾ നമുക്കറിയാം what are going to be his traits എന്നുള്ള രീതിയിൽ. സോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജനറേഷനായിട്ട് കൈമാറി വരുന്ന ഒരു കാര്യമാണ് ദിസ് കൈൻഡ് ഓഫ് അൺകോൺഷ്യസ് നോളജ് എന്ന് പറയുന്നത്. സോ അതിനാണ് ഈ ഒരു ബേസിക് ആയിട്ട് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ വേർഷൻ ഓഫ് പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് holding mental patterns or memory traces which are shared with the other members of the human species. സോ ബേസിക്കലി നമ്മുടെ കാൾ യങ് 4 ടൈപ്പ് ഓഫ് ആർക്കിടൈപ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഹി ബിലീവ് ദാറ്റ് ദെയർ വാസ് നോ ലിമിറ്റ് ടു ദ നമ്പർ ദാറ്റ് മേക്സ്. പുള്ളി 4 മേജർ ആർക്കിടൈപ്സിനെ പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ നമുക്കൊരു ലിമിറ്റ് ഇട്ട് ഇങ്ങനെ ഒരിക്കലും നമുക്കൊരു ലിമിറ്റ് ഇടാൻ പറ്റില്ല. ദർ ക്യാൻ ബി എ ഡിഫറെൻറ്റ് ആംപിൾ എമൗണ്ട് ഓഫ് ആർക്കിടൈപ്സ് എന്നാണ് കാൾ യങ് പറയുന്നത്. So this existence of these archetypes cannot be observed directly but can be inferred by looking at religion. നമുക്ക് എന്താണ് ഈ ഒരു ആർക്കിടൈപ്സിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നല്ല. പക്ഷേ നമുക്കിപ്പോൾ റിലീജിയൻ എടുത്തോട്ടെ, ഡ്രീംസ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇതിലെല്ലാം നമുക്കിത് കാണാൻ സാധിക്കുമെന്നാണ് what Carl Jung is saying. Okay, so Jung defines 12 primary archetypes based on human motivation. Human motivation based on നമ്മുടെ കാൾ യങ് ബേസിക്കലി ആയിട്ട് പ്രൈമറി ആയിട്ടുള്ള 12 ആർക്കിടൈപ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെല്ലാം ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് യുണീക്ക് ആയിട്ടുള്ള മീനിങ്സും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ലൈക്ക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ,
they are like grouped into three main types: the ego types, the soul types, and the self types. ഇപ്പോൾ ഒരു 12 കുറിച്ച് വെറുതെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇറ്റ്സ് നോട്ട് ഇൻ ആർ സിലബസ് ഓർ സംതിങ്. The 12 kind of primary archetypes are the ruler, the artist, the sage, innocent, explorer, rebel, hero, magician, jester, everyman, lover, caregiver. So all these archetypes, നമുക്ക് നോക്കിയാൽ we can understand that. ഒരു ruler എന്ന് പറയുമ്പോൾ നമുക്ക് ജനറേഷനായിട്ട് കൈമാറി വന്നൊരു കാര്യമാണ് റൂളർ. അപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു റൂളർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ റൂളറിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഹൗ എ റൂളർ റൂൾ സംതിങ്, അങ്ങനെ വി മേ നോട്ട് ബി അവെയർ. സോ ബട്ട് സ്റ്റിൽ നമുക്കൊരു കൈമാറി വന്നൊരു ഇമേജ് ഉണ്ട് ഓഫ് എ റൂളർ, റൈറ്റ്? നമുക്ക് ആ ഒരു നമുക്ക് ജനറേഷനായിട്ട് നമുക്ക് വന്ന ഒരു കൈൻഡ് ഓഫ് അൺകോൺഷ്യസ് നോളജ് ഉണ്ട്. ഒരു റൂളർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹീസ് നോൺ ഫോർ ഹിസ് മാസ്റ്ററി, സോ ലൈക്ക് ഹിസ് പവർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരു റൂളറിനെ കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ആ ഒരു പവറാണ് മെയിനായിട്ട് റൂളറിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ആൻ ആർട്ടിസ്റ്റിൽ നമുക്ക് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ദാറ്റ് creators believe anything that can be imagined or like anything that can be imagined are possible എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇങ്ങനെ ആർട്ടിസ്റ്റിൽ. ഒരു സേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ബേസിക്കലി നമുക്ക് വരുന്നൊരു കാര്യമാണ് നോളജ്. ഒരു മജീഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് എന്താണുള്ളത്, ഇമ്പോസിബിൾ കാര്യങ്ങൾ പോസിബിൾ ആക്കാനുള്ളൊരു കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മജീഷ്യൻ. സോ ദേ ആർ ഓൾ കൈൻഡ് ഓഫ് നോളജ് ദാറ്റ് വി ഹാവ് അൺകോൺഷ്യസ്ലി റിസീവ്ഡ്. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൈമറി ആയിട്ടുള്ള 12 ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദിസ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ലൈക്ക് ബേസിക് ആയിട്ട് പറയുന്നതാണ്. ലൈക്ക് നമ്മുടെ ഒരു റിലീജിയൻ ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് അൺകോൺഷ്യസ് നോളജാണ് ത്രൂ ജനറേഷൻസ്. ലൈക്ക് ദർ ഇസ് സർട്ടൻ യൂണിവേഴ്സൽ സിമ്പിൾസ് ആയിക്കോട്ടെ, ആർക്കിടൈപ്സ് ആയിക്കോട്ടെ, അതിനെയൊക്കെയാണ് ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ അകത്ത് പറയുന്നത്. സോ ഐ ഹാവ് മെൻഷൻ റൈറ്റ്, നമ്മുടെ ഈ ഒരു കാലിനൊക്കെ ഒരു 4 മേജർ ആർക്കിടൈപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദേ ആർ ദ പെർസോണ, ദ ഷാഡോ, ദ ആനിമ ഓർ ദ ആനിമസ് ആൻഡ് ദ സെൽഫ്. സോ വാട്ട് യു മീൻ ബൈ ദിസ് പെർസോണ? പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളെല്ലാവരും നമ്മളെങ്ങനെ ഒരു ഔട്ട്സൈഡ് വേൾഡിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബൈ പേഴ്സോണ. പേഴ്സോണ എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഒരു മാസ്ക് വെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ ശരിക്കുമുള്ള നമ്മൾ ആകണം എന്നില്ല. വി വിൽ ബി ലൈക്ക് പ്രിറ്റൻഡിങ്, ഫോർ സം ഇൻസ്റ്റൻസസ് വിൽ ബി പ്രിറ്റൻഡിങ്. അപ്പോൾ ആ ഒരു മാസ്കിനെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഔട്ട്സൈഡ് വേൾഡിലേക്ക് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പേഴ്സോണ എന്ന് പറയുന്നത്. സോ ദിസ് ഡിറൈവ് ഫ്രം എ ലാറ്റിൻ വേർഡ് ദാറ്റ് ലിറ്ററലി മീൻസ് മാസ്ക്. ലിറ്ററലി ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മാസ്ക്. അപ്പം എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് സോഷ്യൽ മാസ്ക്. നമ്മളെല്ലാവരും പലപ്പോഴും, അതായത് നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഒരു വർക്ക് സ്പേസിൽ, നമ്മുടെ ഒരു ജോബിൻ്റെ സ്ഥലത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെയും നമ്മളൊരു കൈൻഡ് ഓഫ് മാസ്ക് വെക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ പേഴ്സോണ എന്നാണ് പറയുന്നത്. നമ്മുടെ നെഗറ്റീവ് ഇമേജസിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഷീൽഡാണ് ദിസ് പേഴ്സോണ മീൻസ്. സോ ഇറ്റ് മേ അപ്പിയർ ഇൻ ഡ്രീംസ് ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ്. ആൻഡ് ഓവർ ദി കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ചിൽഡ്രൻ മേ ലേൺ ദാറ്റ്. നമ്മൾ കുട്ടികളെല്ലാം മനസ്സിലാക്കും. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഫിറ്റ് ആവണമെങ്കിൽ സൊസൈറ്റിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, കുറച്ച് നോംസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഫിറ്റ് ആവണമെങ്കിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ചസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങളും നമ്മളൊരു സോഷ്യൽ മാസ്ക് ഇട്ടിട്ട് വേണം നമ്മുടെ പല അർജസും നമ്മുടെ പല ഇമോഷൻസും എല്ലാം നമ്മൾ മനസ്സിൽ തന്നെ വയ്ക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് സോഷ്യലി അക്സെപ്റ്റഡ്. ഫോർ വെരി എക്സാമ്പിൾ, ഈവൻ വി ക്യാൻ സേ അബൌട്ട് ദ LGBTQ+ കമ്മ്യൂണിറ്റി. ലൈക്ക് ഫോർ എ പീരിയഡ് ഓഫ് ടൈം അവരെല്ലാവരും ഈ ഒരു മാസ്ക് ഇട്ടിട്ടാണ് നടന്നത്. ബിക്കോസ് ലൈക്ക് ദ സൊസൈറ്റി വോണ്ട് ബി അക്സെപ്റ്റിംഗ് ദം. ബട്ട് later nowadays we can see that they are breaking all the taboos. They are breaking all such kind of images. Like society is not going to accept them or how people will react. They don't care of that. They are not care. They don't even give a single attention for that. സോ അതിന് ആ ഒരു പെർട്ടിക്കുലർ ആ സമയത്തൊക്കെ ഇടുന്നൊരു മാസ്കിനെയാണ് നമ്മൾ ഈ ഒരു പേഴ്സോണ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ സംടൈംസ് ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ട്രൂ സെൽഫിനെ വരെ നഷ്ടമാകും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ദിസ് ഷാഡോ? ഷാഡോ എന്ന് പറയുന്നത് എന്താണ്? സോ ഇൻ ഷാഡോ ഇറ്റ് ഈസ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് സെക്സ് ആൻഡ് ലൈഫ് ഇൻസ്റ്റിങ്സിനെ കുറിച്ചും സെക്സും ഒക്കെയാണ് ബേസിക്കലി ഒരു ഷാഡോയ്ക്കകത്ത് കംപ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ the shadow exists as a part of the unconscious mind and is composed of repressed ideas, നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ഇൻസ്റ്റിങ്സ്,
അതിനെയൊക്കെയാണ് ഈ ഒരു ഷാഡോയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, so it forms out of our attempts to adapt to cultural norms and expectations. It is this archetype that contains all the things that are unacceptable to the, not only to the society but sometimes to one's own personal morals and values. ചിലപ്പം ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ദി ഇമോഷൻസ് ഓഫ് ഗ്രീഡ്, പ്രൈഡ് അല്ലെങ്കിൽ ജലസി, അതൊക്കെ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ലൈക്ക് നമുക്ക് സ്വയം പോലും നമുക്കൊരു നാണക്കേടാണ് നമുക്ക് ഈ പറയുന്ന പോലെ അസൂയുണ്ട്, കുശുമ്പുണ്ട് എന്നൊക്കെ കരുതുന്നത്. സോ ഈ ഒരു ഷാഡോയിലാണ് ഈ പറഞ്ഞ പോലെ ഈ ഇമോഷൻസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. ദിസ് ജലസി, എൻവി, സാഡ്നെസ്, അവർ സെൽഫിഷ്നെസ്, നമ്മുടെ ക്രൂവൽറ്റി, ഇങ്ങനത്തെ ഇമോഷൻസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫേസ് എന്ന് പറയുന്നതാണ് ദിസ് ഷാഡോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സംടൈംസ് that is totally unacceptable to society, and sometimes we ourselves can't accept such emotions. So that is what is comprising the archetype called shadow. And Carl Jung is saying that sometimes നമ്മൾ ആളുകളെല്ലാം പലപ്പോഴും അവരുടെ സൈക്കയിലുള്ള ഈ ഒരു എലമെന്റ്സിനെല്ലാം ഡിനൈ ചെയ്യും. ലൈക്ക് എനിക്ക് ക്രൂവൽറ്റി ഇല്ല, എനിക്ക് പറഞ്ഞ പോലെ ജലസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മറ്റുള്ളവരിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കും. ലൈക്ക് ആ ആളുടെ ഇത് കണ്ടോ, ഈ ആളുടെ ഈ നേച്ചർ കണ്ടോ. പക്ഷെ ബേസിക്കലി എല്ലാ ആളുകളിലും ഇതിൻ്റെയൊക്കെ പല കൈൻഡ്സ് ഓഫ് ചേഞ്ചസും ഉണ്ട് എന്നുള്ളതാണ് കാർൽ യുങ് ഇവിടെ പറയുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ സെൽഫ്. ആൻഡ് ബിഫോർ മൂവിങ് ഓൺ ടു സെൽഫ് we can just look on the anima or the animus. So our culture, നമ്മുടെ കൾച്ചർ അല്ലെ നമ്മുടെ വീട്ടുകാരെ വളർത്തിയ രീതി, നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ വേൾഡിനെ പെർസീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഷേപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. So basically Young believe that these perceptions give the way to the ideal man or woman within us. അതായത് അനിമ എന്ന് പറയുന്ന ഒരു വുമൻ അല്ലെ അനിമസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാൻ, ആൻഡ് ഇറ്റ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി ഓപ്പോസിറ്റ് ജെൻഡർ, ദി ഐഡിയൽ എന്നാണ് പറയുന്നത്. സോ ഹിയർ ദി അനിമ ഇസ് റെപ്രസെൻറ്റിംഗ് ദ ഫെമിനിറ്റി ഇൻ എ മാൻ സൈക്കി. ഒരു മാൻ്റെ സൈക്കിയിലെ ഫെമിനിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അനിമ എന്ന് പറയുന്നത്. അനിമസ് എന്ന് പറയുന്നത് ഒരു വുമൻ്റെ സൈക്കിയിലെ മസ്കുലിനിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അനിമസ് എന്ന് പറയുന്നത്. ഓക്കെ, so anima is representing the femininity in a man's psyche, whereas animus is representing the masculinity in a woman's psyche. പക്ഷെ എന്നാലും സൊസൈറ്റി പലപ്പോഴും എന്ത് ചെയ്യും, ഫോഴ്സസ് നമ്മളെല്ലാവരെയും ഈ ഒരു ഒപ്പോസിങ് കൺസ്ട്രക്ട്സിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് പലപ്പോഴും ഫോഴ്സ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് വൺ ഈസ് ദ സെൽഫ്, ദ ആർക്കിടൈപ്പ്, ദ സെൽഫ് ആർക്കിടൈപ്പ്. ഓക്കെ, സെൽഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ലൈക്ക് നമ്മുടെ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഈഗോ നമ്മുടെ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ മെർജ് ചെയ്തിട്ടുണ്ടാവുന്നൊരു കാര്യമാണ് ഇത് സെൽഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഹോൾ റെപ്രസെൻറ്റിങ് യങ്ങിയൻ ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ സെയിം ആണ്. ലൈക്ക് എല്ലാ ആളുകളും ഒരു കാര്യത്തിലായാലും മറ്റൊരു കാര്യത്തിൽ യൂണീക്ക് ആയിരിക്കും. ലൈക്ക് നോ ടു പേഴ്സണാലിറ്റീസ് ആർ ദ സെയിം എന്നാണ് ഈ ഒരു ഇൻഡിവിജ്വാലിറ്റിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ പേഴ്സൺസ് ലൈഫ് ലീഡ് ടു ഇൻഡിവിജ്വേഷൻ. കാരണം ഓരോ വ്യക്തികളും ഈ ഒരു ഇൻഡിവിജ്വേഷൻ പ്രോസസ്സിൽ കടന്നു പോകുന്നുള്ളതാണ് പറയുന്നത്. സോ റെസ്പെക്ടിങ് ദ ഇൻഡിവിജ്വൽ, വെയിങ് ഈച്ച് പേഴ്സൺസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഇൻ ഐസൊലേഷൻ ആൻഡ് കസ്റ്റമൈസിങ് മാർക്കറ്റിംഗ് എഫേർട്സ് ടു സ്യൂട്ട് ഇൻഡിവിജ്വൽ യൂസേഴ്സ് ആർ എ റിഫ്ലക്ഷൻ ഓഫ് ദിസ്. സോ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സെൽഫിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ that it is described as the totality of one's personality which transcends the ego. അതായത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ടോട്ടാലിറ്റി, ഒരു ഹോൾനെസ്സിനെയാണ് ഈ ഒരു സെൽഫിൻ്റെ അകത്ത് പറയുന്നത്. അത് എല്ലാ ഈഗോ എന്ന് പറയുന്ന എല്ലാ ലിമിറ്റിനെയും എക്സീഡ് ചെയ്യുന്ന ഒരു ടോട്ടാലിറ്റി, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഹോൾ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ദിസ് സെൽഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് യങ്ങിയൻ ആർക്കിടൈപ്സ്, the four major archetypes: the self, the persona, the shadow, and the anima or the animus. So self എന്ന് പറഞ്ഞാൽ we know that നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഒരു ഹോൾ നേച്ചറിനാണ് ഈ സെൽഫ് എന്ന് പറയുന്നത്. ദ പേഴ്സണ ഇസ് ദ മാസ്ക് ദാറ്റ് വി വിയർ. ദ ഷാഡോ എന്ന് പറയുന്നത് എന്താണ്, പലപ്പോഴും സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാത്ത പല കൈൻഡ് ഓഫ് ഇമോഷൻസിനെ, നമ്മുടെ ഉള്ളിലുള്ള പല ഇമോഷൻസിനാണ് ഈ ഒരു ഷാഡോ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ദി അനിമ ഓർ ദി അനിമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഒരു ഫെമിനിറ്റി ആൻഡ് മസ്കുലിനിറ്റി രണ്ട് ജെൻഡറിലും അത് എക്സ്പ്രസ് ചെയ്യുന്നതും പലപ്പോഴും സൊസൈറ്റി ആ ഒരു കൺസ്ട്രക്ട്സിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന രീതിയുമാണ് ഈ ഒരു അനിമ ഓർ അനിമസിൽ പറയുന്നത്. അതിൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസ് മീൻസ് നമ്മുടെ ജനറേഷനായിട്ട് നമ്മുടെ കൈമാറി വന്ന കൈൻഡ് ഓഫ് അൺകോൺഷ്യസ് നോളജിനാണ് ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിൽ പറയുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ്
episode about Carl Jung's archetypes and his divisions in there regarding that. And if you need any notes, you can send an email in the description box, and see you in another episode. Take care all.